സാമ്പത്തിക ബാധ്യതകൾ ഏറ്റെടുക്കുന്ന കാര്യം CPM നേതാക്കൾ തങ്ങളോട് പറഞ്ഞിട്ടില്ലെന്ന് വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ മരുമകൾ പത്മജ വിജേഷ്. മാധ്യമങ്ങളിലൂടെയാണ് ഇക്കാര്യം അറിഞ്ഞത്. കോൺഗ്രസ് MLA-മാർ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തിരിച്ചടവിന്റെ തുടർ നടപടികളിലേക്ക് പോകാത്തതെന്ന് ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് DP രാജശേഖരൻ പറഞ്ഞു. ഇന്നലെയാണ് NM വിജയന്റെ മരുമകൾ പത്മജയെ CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ ആശുപത്രിയിലെത്തി കണ്ടത്. NM വിജയന്റെ കുടുംബം ആവശ്യപ്പെട്ടാൽ CPIM സഹായിക്കുമെന്നായിരുന്നു ഉറപ്പ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ പരാജയമെന്നാണ് പത്മജ പറയുന്നത്. വിശ്വസിച്ച പാർട്ടിയിൽ നിന്ന് നീതി കിട്ടാത്തതിനാലാണ് മറ്റൊരു പാർട്ടി സഹായ സന്നദ്ധതയുമായി വരുന്നത്. അങ്ങനെ ഒരു പാർട്ടി ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വിശ്വസിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടിയാണ്. ഞങ്ങൾ ഇതുവരെ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും സംസാരിച്ചിരുന്നത്, ഞങ്ങളുടെ ഒരു ഇതിനകത്ത് പ്രവർത്തിച്ചതൊക്കെ കോൺഗ്രസ് പാർട്ടിയാണ്. ആ പാർട്ടി ഞങ്ങളെ കൈയൊഴിഞ്ഞതുകൊണ്ടാണല്ലോ വേറൊരു ആൾക്കാർ ഞങ്ങളോട് ഒരു മനുഷ്യത്വപരമായിട്ടാണല്ലോ അവർ പെരുമാറുന്നത്. അപ്പൊ ഈ പാർട്ടിയുടെ തോൽവിയല്ലേ ഇത്? MLA-മാരായ AP അനിൽകുമാറും T സിദ്ദിഖും ആവശ്യപ്പെട്ടത് പ്രകാരമാണ് വായ്പാ തിരിച്ചടവിന്റെ തുടർ നടപടികൾ എടുക്കാത്തത് എന്ന് കോൺഗ്രസ് ഭരിക്കുന്ന ബത്തേരി അർബൻ ബാങ്ക് പ്രസിഡന്റ് DP രാജശേഖരൻ പറഞ്ഞു. നിലവിൽ 63 ലക്ഷം രൂപ NM വിജയന് വായ്പാ കുടിശ്ശികയുണ്ട്. ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല എന്നും രാജശേഖരൻ. AP അനിൽകുമാർ MLA അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞു തൽക്കാലം നടപടികളൊന്നും വേണ്ട, നമ്മൾ ആ കാര്യത്തെപ്പറ്റി പാർട്ടി തലവുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്, അതുകൊണ്ട് നടപടി എടുക്കരുതെന്ന് ഇന്നലെ അനിൽകുമാർ പറഞ്ഞു. ഇന്ന് T സിദ്ദിഖ് MLA പറഞ്ഞു. നോട്ടീസ് പോലും അയച്ചില്ല എന്ന് മാത്രമല്ല, ഒരു വാക്കാൽ പോലും എൻ്റെ ബാങ്കിലെ ഒരു സ്റ്റാഫ് പോലും വിളിച്ചിട്ടില്ല. കോൺഗ്രസിന് വേണ്ടിയാണ് വീടും സ്ഥലവും പണയം വെച്ച പണം ചിലവഴിച്ചത് എന്നായിരുന്നു NM വിജയന്റെ കുടുംബത്തിന്റെ ആരോപണം. ഇതിന്റെ ഉത്തരവാദിത്വം പാർട്ടിക്കുണ്ട് എന്നും കുടുംബം വ്യക്തമാക്കിയിരുന്നു. 24 വയനാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.